നമസ്കാരം. ഇന്നത്തെ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് ആൻഡ് ഗേറ്റ് ആണ്. ഒരു ആൻഡ് ഗേറ്റ് എന്താണെന്ന് പലർക്കും അറിയണ്ടാവും. പ്രധാനമായിട്ടും നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് രണ്ട് ഇൻപുട്ടുകളുണ്ട്, എയും ബിയും. ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. എനും ബിനും എടുക്കാവുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ഓർ 1 ആണ്. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നുണ്ടാവുക. എനും ബിനും 1 ആവുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഉള്ളൂ. അല്ലാത്ത ഏത് കേസിലും നിങ്ങളുടെ ഔട്ട്പുട്ട് 0 ആണ്. ഇതാണ് ആൻഡ് ഗേറ്റിന്റെ ഒരു പ്രത്യേകത. എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക് ആൻഡ് ഗേറ്റ് ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടാവും. ആൻഡ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ പുതിയതാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളെ വീടിന്റെ വാതിലിന്റെ ലോക്ക് ജാമായി. നിങ്ങൾ എന്താ ചെയ്യാം? ആദ്യം തന്നെ ലോക്ക് നന്നാക്കുന്ന ആളെ നിങ്ങൾ വിളിക്കും. പുള്ളി വന്നിട്ട് നോക്കിയിട്ട് പറയും, ഇത് ജാമായി പോയതാണ്, ഈ ലോക്ക് ഇനി ശരിയാക്കാൻ പറ്റില്ല, പുതിയൊരു ലോക്ക് വാങ്ങും. പുതിയൊരു ലോക്ക് വാങ്ങുമ്പോൾ എന്താ പ്രശ്നം? ആ പുതിയ ലോക്ക് നിങ്ങളുടെ വാതിലായിട്ട് ഫിറ്റ് ആയിക്കോണമെന്നില്ല. മരത്തിന്റെ വാതിലാണ്, അപ്പോൾ ലോക്ക് ചിലപ്പം വാതിലായിട്ട് ഫിറ്റ് ആയിക്കോണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആശാരിനെയും വിളിക്കണം. ഇനി 0, 1 എന്ന് പറയുന്നത് അവരുടെ ആബ്സെൻസും അതുപോലെ പ്രസൻസ് ആണെന്ന് കരുതുക. അതായത് 0 എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി അവിടെ അവൈലബിൾ അല്ല. 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അവൈലബിൾ ആണ്. നിങ്ങളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? വാതിൽ നന്നായി കിട്ടുക എന്നുള്ളതാണ്. ഇത് നന്നായി കിട്ടണമെങ്കിൽ 4 സാധ്യതകളുണ്ട്. ആദ്യത്തെ കേസിൽ 2 പേര് അവൈലബിൾ അല്ല, ആരും നന്നാക്കാനില്ല, അതുകൊണ്ട് വാതിൽ നന്നായി കിട്ടില്ല. നിങ്ങളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അടുത്ത കേസിൽ പൂട്ട് നന്നാക്കുന്ന ആളുണ്ട്, പക്ഷെ ആശാരി ഇല്ല, അതുകൊണ്ട് കാര്യമില്ല, നിങ്ങളുടെ ഔട്ട്പുട്ട് 0 ആണ്, വാതിൽ നന്നായി കിട്ടില്ല. അടുത്ത കേസിൽ കാർപ്പൻറ്റർ ഉണ്ട്, പക്ഷെ പൂട്ട് നന്നാക്കുന്ന ആളില്ല, വീണ്ടും അതുകൊണ്ടും കാര്യമില്ല, നിങ്ങളുടെ ഔട്ട്പുട്ട് 0 ആണ്. ഇവർ 2 പേരും കൂടി വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ 2 പേർക്കും 1 എന്ന് കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ ഔട്ട്പുട്ടും 1 ആണ്. ഇതാണ് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ആൻഡ് ഗേറ്റിന്റെ ഒരു കോൺസെപ്റ്റ്. ഇപ്രാവശ്യം നമ്മൾ എക്സൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പ്രോഗ്രാം ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എക്സൽ ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇൻപുട്ടുകൾ x1, x2, അതുപോലെ തന്നെ ഔട്ട്പുട്ട്, ഇത് നമ്മൾ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അതിന്റെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് 2 ഇൻപുട്ടുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഇതെല്ലാം ബൈനറി ആണ്. ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന വെയിറ്റുകൾ ഉണ്ട്. കൂടാതെ തന്നെ നമ്മൾ ഇവിടെ ബി എടുത്തിട്ടുണ്ട്, ബയസ്. സോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ വെയിറ്റ് അസ്യൂം ചെയ്യുന്നു, ബയസ് അസ്യൂം ചെയ്യുന്നു. ആ അസ്യൂംഡ് വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കേണ്ട ഇക്വേഷൻസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുന്നേ ചെയ്തതിന് സമാനമായ കാൽക്കുലേഷൻ ആണ്, പക്ഷേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്രാവശ്യം. കാരണം ആക്ടിവേഷൻ ഫംഗ്ഷൻ കൂടി ഉണ്ട്. എങ്കിൽ മാത്രമേ ഈ 0, 1 എന്ന് പറയുന്ന ഒരു ബൈനറി ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലീനിയർ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് x1 w1 പ്ലസ് x2 w2 പ്ലസ് യുവർ ബയസ്. ഇതാണ് നിങ്ങളുടെ ലീനിയർ ഫംഗ്ഷൻ. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സിഗ്മോയിഡിലൂടെ കടത്തി വിടുന്നു, നിങ്ങളുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ കിട്ടുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് ഫംഗ്ഷൻ ആണ്. കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു സം ഓഫ് എറർ സ്ക്വയർ. എറർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a മൈനസ് ബൈ ദി ഹോൾ സ്ക്വയർ. ഇതേ കാൽക്കുലേഷൻ ആണ് ഈ ടേബിളിൽ ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ സെറ്റ് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ദിസ് ഇസ് നത്തിങ് ബട്ട് x1 w1 പ്ലസ് x2 w2 പ്ലസ് b. അതുപോലെ നിങ്ങൾ ഓരോ കേസിനും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? എ കണ്ടുപിടിക്കുന്നു, സിഗ്മോയിഡ്. സിഗ്മോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ ഓഫ് മൈനസ് z ആണ്. സോ സിഗ്മോയിഡ് ഉപയോഗിക്കുന്നു. അതിനുശേഷം നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ സെപ്പറേറ്റ്ലി എറർ എന്നിട്ടുണ്ട് a മൈനസ് ബൈ. പിന്നീട് നമുക്ക് എറർ സ്ക്വയർ കണ്ടുപിടിക്കണം. ആ സ്ക്വയർ ചെയ്ത വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് എന്താ ചെയ്യുന്നത്? കോസ്റ്റ് കണ്ടുപിടിക്കും. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സം ഓഫ് ഓൾ യുവർ എറർ സ്ക്വയർ ഇൻടു 0.5. ഇതായിരിക്കും കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും ചെയ്തത് എന്താണ്? ഫോർവേഡ് പ്രൊപ്പഗേഷൻ ആണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെറിയൊരു എറർ ഉണ്ട്. ഈ എറർ കഴിയുന്നത് കുറയ്ക്കണം. അതിനുവേണ്ടി ഇനി ബാക്ക് പ്രൊപ്പഗേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്ക് പ്രൊപ്പഗേഷന്റെ സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യണം. വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കണം. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dc/dw ആണ്. പക്ഷേ ഇപ്രാവശ്യം dc/dw കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നമുക്ക് 3 ടേമുകൾ ഉണ്ട് ഇവിടെ. dc/da ആദ്യം ചെയ്യണം, പിന്നെ da/dz കണ്ടുപിടിക്കണം, പിന്നെ dz ഇൻറ്റു dw. ഇത് 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് dc/dw എന്ന് പറയുന്നത്. സോ അതിന്റെ ഇക്വേഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുന്നേ ഡിസ്കസ് ചെയ്തതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. അതിന്റെ കാൽക്കുലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ആദ്യം തന്നെ dc/da, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് a മൈനസ് y, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നീട് da/dz, ഇതെന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഓഫ് യുവർ സിഗ്മോയിഡ് ഫംഗ്ഷൻ ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ഈ ഡിറൈവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു കോളം ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്, അതും മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. സോ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും അതിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. dc/da ഇൻറ്റു da/dzന്റെ ഷേപ്പ് എന്ന് പറയുന്നത് 4x1 ആണ്. ഇനി നിങ്ങളുടെ dz/dw അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ ഇൻപുട്ട്. അത് 2x4 ആണ്. നമുക്ക് 2 വെയിറ്റുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഇക്വേഷൻസ് അല്ലെങ്കിൽ 2 dc/dw കിട്ടാനുണ്ട്. ഇതിന്റെ ഷേപ്പ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് അടുത്തതായിട്ട് കിട്ടേണ്ടത് 2x1 ആണ്. സോ 2x1 കിട്ടണമെങ്കിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? ദാറ്റ് ഷുഡ് ബി dz ഡിവൈഡഡ് ബൈ dw ഇൻറ്റു കോമ്പിനേഷൻ ഓഫ് dz ഡിവൈഡഡ് ബൈ da ഇൻറ്റു da/dz.
സോ ആ കാൽക്കുലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഫംഗ്ഷൻ എക്സലിൽ നിങ്ങൾക്ക് അറിയാം മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ആദ്യം നമ്മൾ വിളിച്ചിരിക്കുന്ന ഏതാണ്, ഈ ബ്ലൂ കളറിൽ കാണാം, അതായത് നിങ്ങളുടെ dz/dw ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 2x4 ആണ്. അടുത്തതോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന dc/da ഇൻറ്റു da/dz ഫാക്ടർ ആണ്. അതുകൊണ്ടാണ് ഇത് റെഡിൽ കാണുന്നത്. ഇനി ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ഈ 4 പോയിട്ട് 2x1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് എത്തും. അതായിരിക്കും നിങ്ങളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് 2 dc/dw കിട്ടുന്നു. നിങ്ങളുടെ ആൽഫ ഞാൻ എടുത്തിരിക്കുന്നത് 0.05 ആണ്. ഈ രണ്ട് ഇൻഫോർമേഷനും ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടുള്ള വെയിറ്റ് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം ഒരുപാട് ഐറ്ററേഷൻ ചെയ്യണമെങ്കിൽ മാത്രമേ ഒപ്റ്റിമൈസ് ആയിട്ടുള്ള വെയിറ്റ് കിട്ടുള്ളൂ. എക്സൽ അത് ചെയ്യുന്നത് അത്ര പ്രായോഗികമല്ല. എക്സലിൽ നമ്മൾ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ കാൽക്കുലേഷൻ മനസ്സിലാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങൾക്ക് ആ കാൽക്കുലേഷൻ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ആവശ്യമാണ്. സോ വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ഡീപ്പ് ലേണിംഗ്.